ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിക, ഒരു ക്വാറന്റൈൻ ടീച്ചർ. റീസെൻ്റായിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായി. അപ്പോൾ അതിൽ കുറച്ചധികം കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു UPR പ്ലാനിനെ പറ്റിയിട്ട് പറയാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളുമായിട്ട് കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ UPR കോഴ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയാം നിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾക്ക് അറിയാമെന്നുള്ളത്, പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് എന്താണ് UPR കോഴ്സ് എന്നുള്ളത് പറഞ്ഞുതരാം. UPR കോഴ്സ് എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ എന്നാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കഴിഞ്ഞ നീറ്റ് 2024 കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ എനിക്ക് അതിനുശേഷം മെസ്സേജ് അയച്ചു, UPR കോഴ്സിനെ പറ്റിയിട്ട് ഇങ്ങോട്ട് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയിട്ട് ഈ കോഴ്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതും കൂടെ ടൈം ടേബിൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ UPR എന്നല്ല ഏതൊരു കോഴ്സിൽ ചേർന്നവരായട്ടെ, നിങ്ങൾ ഇപ്പോൾ ബയോളജി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളൊരു ബയോളജി ചാപ്റ്റർ പഠിക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ബയോളജി ചാപ്റ്റർ പഠിക്കാൻ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് ബുക്കാണ് ആദ്യം തന്നെ എടുക്കുന്നത്? എല്ലാവർക്കും അറിയാം, NCERT ആണ് എടുക്കുന്നത്. കാരണം ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ കൂടുതൽ കുട്ടികൾക്കും അറിയാം NCERT ആണ് പഠിക്കേണ്ടത്. പക്ഷേ കുറച്ച് പേരെങ്കിലും NCERT പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നൽ വരും, ഞാൻ NCERT പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി കുറച്ച് പുറത്തു നിന്നൊക്കെ പോയി ചെന്ന് പഠിക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ അവർ NCERTയും പഠിക്കുന്നുണ്ട്, പുറത്തു നിന്നുള്ളതും പഠിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം എക്സാം ആകുമ്പോഴത്തേന് റിയലൈസ് ചെയ്യും, എന്താണ്, അയ്യോ ഞാൻ NCERT പഠിച്ചു, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് മറന്നുപോയി, പുതിയതായിട്ട് കുറേ സാധനങ്ങളും പഠിച്ചു, അതിൽ നിന്നും കുറേ ഒന്നും ഓർമ്മയുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനൊരു സ്റ്റേജിൽ അവസാനം ഒരു 1 month ഒക്കെ എത്തുമ്പോഴത്തേനും ആണ് റിയലൈസ് ചെയ്യുന്നത്. ആ റിയലൈസേഷൻ വരുന്ന സമയം മുതൽ NCERT പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവർക്കൊരു പരിധി വരെ മാത്രമേ ഒരു NCERT കവർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഒട്ടുമിക്ക കുട്ടികൾക്കും കുറച്ചുകൂടെ മനസ്സിലായി വന്നിട്ടുണ്ട്. അതായത് നമുക്ക് എത്ര പഠിച്ചാലും അവസാനം NCERT തന്നെയാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണ്, NCERT നിങ്ങളെ കൊണ്ട് ഒരു NCERT പിക്ചർ മെമ്മറി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബയോളജി പഠിക്കുമ്പോഴാണെങ്കിൽ ഫസ്റ്റ് NCERT ആണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ആ NCERT വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ NCERT എടുത്ത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേനും നിങ്ങൾ എന്താണ് ഫസ്റ്റ് നോക്കേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട ആ ഒരു ചാപ്റ്ററിൻ്റെ ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ബേസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് നമ്മൾ NCERT വായിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണോ? അങ്ങനെയാണോ നമ്മൾ ബേസ് ഉണ്ടാക്കുന്നത്? അല്ല, അങ്ങനെയല്ല ബേസ് ഉണ്ടാക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തിക്കുന്നതിലൂടെ ആ ഒരു ചിന്ത നമുക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കുറേ അറിവുണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് നമുക്ക് വേറൊരു രീതിയിൽ ട്വിസ്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ NCERT വായിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ക്വസ്റ്റ്യന് പോലും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ സംഭവം ഒരു പോയിന്റിലോട്ട് തന്നെയാണ് വരുന്നത്, പക്ഷേ ഒന്ന് വളഞ്ഞായിരിക്കും വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പറയുന്ന ബേസ് ഉണ്ടാവണം. ആ ഒരു ചാപ്റ്റർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സത്യമാണേ? ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ NCERTയുടെ ബേസ് നിങ്ങൾ വായിച്ചുണ്ടാക്കിയെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ ഹൈലൈറ്റ്സുകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം നമ്മൾ ഹൈലൈറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾ പല കളർ യൂസ് ചെയ്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കറക്റ്റ്, അത് നമുക്ക് തന്നെ പിന്നെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോഴത്തേന് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ കാണാറുള്ള എന്ന് വെച്ചാൽ ഈ ഹൈലൈറ്റ് ചെയ്ത് അവസാനം ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്ത് അവസാനം ഒരു വെബ് ജിയോറിൽ പോലത്തെ രീതിയിൽ ഇരിക്കുന്ന കാണാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നൊരു കാര്യമല്ല. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ബേസ് ഉണ്ടാക്കി നമ്മൾ പറഞ്ഞല്ലോ, അതായിരുന്നു നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ്. ഈ തേർഡ് സ്റ്റെപ്പിൽ വരുന്ന സമയത്ത് നമുക്ക് കാണുമ്പോഴത്തേനും അറിയാം ആ ഒരു പാരഗ്രാഫിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പേജിൽ എല്ലാം ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അത് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഓരോന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഹൈലൈറ്റ്സിനും
അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നമ്മൾ അവസാന സമയം ആകുമ്പോഴത്തേനും ഈ ഹൈലൈറ്റ് ചെയ്ത എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പം നമുക്ക് എന്താണോ ഓർമ്മയിൽ നിൽക്കേണ്ടത്, നമുക്ക് എന്താണോ അവസാനത്തെ നിമിഷം, ഓക്കെ നാളെ എക്സാമാണ്, എനിക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകണം, അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പെട്ടെന്ന് നിങ്ങളുടെ കണ്ണിൽ കൂടി പോകേണ്ടത് അതൊക്കെയാണ് നമ്മൾ ഇപ്പോഴേ ഹൈലൈറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അടുത്ത നിങ്ങളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ എന്ത് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് കുട്ടികൾ ചെയ്യുന്നത്, കുറച്ച് കുട്ടികളല്ല, കുട്ടികൾ ചെയ്യുന്ന പല പല രീതിക്കാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഈ പറയണ എക്സാമ്പിൾസുകൾ എടുക്കുകയാണ്. അപ്പോൾ ഈ എക്സാമ്പിൾസുകൾ എടുക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ മറന്നു പോകുന്നത് ഈ എക്സാമ്പിൾസുകളുടെ കാര്യം എത്തുമ്പോഴത്തേനുമാണ്. അതിനൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഈ എക്സാമ്പിൾ പഠിക്കുന്ന പല കുട്ടികളും പല രീതിക്കാണ്. കുറച്ച് കുട്ടികൾ അത് പറഞ്ഞ് പഠിക്കും, കുറച്ച് കുട്ടികൾ എഴുതി പഠിക്കും, കുറച്ച് കുട്ടികൾ മറ്റുള്ളവരെ പഠിപ്പിച്ച് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ചില കുട്ടികളെന്ന് പറയുമ്പോഴത്തേനും അതിൽ ചിലപ്പോൾ ഈ പറയുന്ന നിമോണിക്സുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ ചെറുതായിട്ട് പൊടിക്കൈകൾ ഉപയോഗിക്കുന്ന ചില കഥകൾ പോലത്തെ കഥകളൊക്കെ ഉണ്ടാക്കി പഠിക്കും. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഈ പറയുന്ന മെത്തേഡും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ സ്മാർട്ടറായിട്ട് ചിന്തിക്കണം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ആ കഷ്ടപ്പെട്ട് ഇപ്പം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്, ആ കഷ്ടപ്പെടുന്നതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ഒരാൾ സ്മാർട്ടായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അതേ സെയിം സാധനം ഒരാൾ സ്മാർട്ടായിട്ടുള്ള രീതിയിൽ പഠിക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? സോ അങ്ങനെയാണ് ഈ പറയുന്ന നിമോണിക്സും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എഴുതി പഠിക്കുന്നു, നമ്മൾ പറഞ്ഞു പഠിക്കുന്നു, എല്ലാം ശരി തന്നെയാണ്. അതിന് ഒരു തക്കതായിട്ടുള്ളൊരു, അല്ലെങ്കിൽ ചുമ്മാ ഒരു നിമോണിക്സ് ഉണ്ടാക്കണമല്ല, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു നിമോണിക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആ പറയുന്ന നമ്മുടെ മറന്നു പോകുന്ന കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുക, നമ്മളെ തന്നെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത നിങ്ങളുടെ ഫൈനൽ സ്റ്റെപ്പാണ്, നിങ്ങൾ ഇപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ എടുത്ത് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഈ പറയുന്ന ഇത്രയും സ്റ്റെപ്പോട് കൂടെയാണ് നമ്മുടെ ഒരു ചാപ്റ്റർ ശരിക്കും നമ്മളൊരു വൃത്തിക്ക് നമ്മളൊരു എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനിയുണ്ട് സ്റ്റെപ്പുകൾ, പക്ഷേ ഇതാണ് ഫസ്റ്റ് ഒരു ബേസിക് സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് UBR ക്ലാസ്സിനകത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരുമ്പം നിങ്ങൾ വിചാരിക്കും എന്താണ്, ഓക്കെ അപ്പോൾ ഇത് എത്ര സമയമായിരിക്കും മിസ് ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് UBR കോഴ്സിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തരാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു 5-6 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് അല്ല ഇത്. ബേസിക്കലി ഒരു ചാപ്റ്ററിന് എനിക്ക് തോന്നുന്നു ഒരു 1.5 to 2 മണിക്കൂർ, ഞാനിപ്പോൾ മറന്നുപോയി, ഒരു 2 മണിക്കൂറിനകത്ത് തീരുന്ന തരത്തിലാണ് ഇപ്പോൾ ഓരോ ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ്, ഓക്കെ അപ്പോൾ കണ്ടൻറ്റുകളില്ല എന്ന് വിചാരിക്കും. മറ്റേത് ആദ്യം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കൂടുതൽ കണ്ടൻറ്റ് ഉണ്ടെന്ന്, 6 മണിക്കൂറിൻ്റെ കണ്ടൻറ്റ് ഞാനത് കേൾക്കണ്ടേ എന്ന് വിചാരിക്കും. ഇപ്പം ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഓക്കെ മിസ്സിൻ്റെ ക്ലാസ്സിൽ കണ്ടൻറ്റ് ഇല്ല, 2 മണിക്കൂർ കൊണ്ട് മിസ് എന്ത് പഠിപ്പിക്കാനാണ്, അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അതിനകത്തുള്ള 2 മണിക്കൂർ കൊണ്ട് ആ ചാപ്റ്റർ തീർത്തിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ഓരോ മിനിറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അർത്ഥം. അത്രയും കണ്ടൻറ് ഉണ്ടെന്നുള്ളതാണ് അതിൽ ഞാൻ പറയുന്നത്. കാരണം അത്രയും ധൈര്യത്തോടെ ഇന്നെനിക്ക് പറയാൻ പറ്റും കഴിഞ്ഞ നീറ്റ് എക്സാമിൻ്റെ ബേസിസിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു 8-10 മണിക്കൂർ നിങ്ങളിരുന്ന് ഒരു ക്ലാസ് കണ്ടൊരു ചാപ്റ്റർ പഠിക്കുന്നതാണോ, അല്ലാതെ 2 മണിക്കൂർ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ക്ലാസ് കണ്ട് പഠിക്കുന്നതാണോ, അത് കണ്ട് പിന്നെയും റിവൈസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നതാണോ ഏറ്റവും സ്മാർട്ടറായിട്ടൊരു കുട്ടി ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കാം. ഓക്കെ, കാരണം ഇത് നിങ്ങൾ എൻ്റെ കോഴ്സിലെന്നല്ല, ഇപ്പം ബയോളജി നിങ്ങളല്ലാതെ പഠിക്കുവാണെങ്കിലും ഏതാണ് ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡ്യൂറേഷൻ നമ്മൾ ബേസിക്കലി ഒരു 2 hours വരത്തുള്ളൂ. എക്സെപ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ജനറ്റിക്സിന് നമ്മൾ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട്, അതിന് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് ജനറ്റിക്സിൻ്റെ ബേസ് എന്താ പറയുക കുറച്ച് വീക്കാണ്. അപ്പോൾ ആ ഒരു ബേസ് കൂടെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന രീതിക്കാണ് ആ ഒരു ജനറ്റിക്സിൻ്റെ ഒരു ഏരിയ പോകുന്നത്. അപ്പോൾ ആ ഒരു സംഭവം കുറച്ച് നമ്മുടെ ലെങ്തിയാണ്. ഓക്കെ, ഐ ക്യാൻ സേ എന്താ പറയുക ഒരു 4 hours
4 hours നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, 4 to 5 hours നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം നോക്കുവാണെങ്കിൽ നമ്മൾ 1 hour താഴെയുള്ള ചാപ്റ്റേഴ്സുകളുണ്ട്, 1 hour to 2 hours ചാപ്റ്റേഴ്സുകളുണ്ട്. കാരണം അത്രയും നമ്മൾ വളരെയധികം ഈ പറഞ്ഞ PYQs, നിമോണിക്സ്, അതുപോലെ കൺസെപ്റ്റ് ബേസ് ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കുത്തിത്തിരിക്കുന്ന ക്ലാസ് എടുക്കുക എന്നുള്ള അതിൻ്റെ ഇടയിൽ കൂടി മോട്ടിവേഷൻ. അപ്പോൾ ഇതെല്ലാം കൂടെ എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻജോയ് ചെയ്ത ഒരു കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കാൻ പോകുന്നൊരു കാര്യമാണ്. കാരണം വൺസ് നിങ്ങൾ ഇതിനകത്തോട്ട് കയറി നിങ്ങൾ ആ ഒരു എന്താ പറയുക NCERT ഇങ്ങനെയാണ് പഠിക്കേണ്ടിയിരുന്നത്. കാരണം കഴിഞ്ഞ വർഷം ചേർന്ന കുട്ടികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓക്കെ ഇങ്ങനെയായിരുന്നല്ലേ ബസ്സേ പഠിക്കേണ്ടത്. അത് നിങ്ങൾ റിയലൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയാണ് പഠിക്കേണ്ടിയിരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ UBR കോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇത്രയുമാണ് ഈ പറയുന്ന UBR കോഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഈ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് July 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരിക്കും ഒരു സൈക്കിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ജോയിൻ ചെയ്തവർക്കൊക്കെ അറിയാം. അതായത് നമ്മൾ ഇപ്പോൾ നീറ്റ് എക്സാമിന് മുൻപ് നമ്മളൊരു 5 സൈക്കിൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ July 2 തുടങ്ങി, നമ്മൾ ജൂലൈ കഴിഞ്ഞിട്ട് ഏതാണ് ഓഗസ്റ്റിൽ നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ഹാഫ് തീരും. അതായത് +1 ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. +1 തീരും. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് to സെപ്റ്റംബർ നമ്മുടെ +2 തീരും. അപ്പോൾ അങ്ങനെ ആ +1ഉം +2ഉം കംപ്ലീറ്റ് ആകുമ്പോഴത്തേനുമാണ് നമ്മുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും +1 കംപ്ലീറ്റ് ചെയ്തിട്ട് +2 കംപ്ലീറ്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മിക്സായിട്ട് ചാപ്റ്ററായിട്ടുള്ള ടൈം ടേബിൾ പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് അടുപ്പിച്ചെത്തിയപ്പോൾ ഒരു ലാസ്റ്റ് 1-2 monthsലാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇത്തവണ അങ്ങനെയല്ല. നമ്മൾ ഈ ടൈം ടേബിളിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, ഇതിനകത്ത് ഓരോ എക്സാം ഡേയ്സുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ എക്സാം ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കാൻ അല്ലെങ്കിൽ റീകോൾ ചെയ്യാനുള്ള ഡേ ആയിട്ടും, അതുപോലെ തന്നെ നിങ്ങൾ ആ എക്സാം ഡേയ്ക്ക് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണോ കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ടൈം ടേബിളിൽ തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു മിനി എക്സാമാണ്. അതായത് ഒരു 50 questions ഉണ്ടാവും. 50 questions അല്ല, നീറ്റ് പാറ്റേൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 45 questions ഉണ്ടാവും, മറ്റേ സെക്ഷൻ A സെക്ഷൻ B എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കത് ആ ഒരു നീറ്റ് പാറ്റേൺ രീതിയിലുള്ള ഒരു മിനി ടെസ്റ്റ് ആയിരിക്കും, നിങ്ങൾ തന്നെ അസസ് ചെയ്യാനുള്ള ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുക എന്നുള്ള ബേസിസിൽ നിങ്ങൾക്ക് എത്ര അറിയാം, നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മിനി ടെസ്റ്റ് നടത്തുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ജഡ്ജ് ചെയ്തെടുത്ത് അയ്യോ എനിക്ക് കിട്ടത്തില്ലേ, അയ്യോ എനിക്ക് കിട്ടുവേ എന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ജഡ്ജ്മെൻറ്റിൽ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം അല്ല, നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമാണ്. ഓക്കെ, അപ്പോൾ ഇതുകൂടെ ഇത്തവണ പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് കുട്ടികൾക്ക് അത് കുറച്ചുകൂടെ മുന്നിലോട്ട് വരാനായിട്ട് സാധിക്കും, സ്വന്തം സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് UBR കോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് യുവർ ക്വാറന്റൈൻ ടീച്ചർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സൈനപ്പ് പ്രോസസ്സൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പ്രോസസ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് UBR കോഴ്സ് കാണാൻ പറ്റും. ആ UBR കോഴ്സിനകത്ത് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓക്കെ, ഇതിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബയോളജി ഫുള്ള് മേടിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ അപ്പം തന്നെ മനസ്സിലായിക്കോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളതിൻ്റെ അത് ഡെമോ ക്ലാസ്സസ് കാണുക. അപ്പോൾ അതല്ലാതെ വെബ്സൈറ്റും നമുക്ക് അവൈലബിൾ ആണ്, www.yourquarantineteacher.com. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡെമോ ക്ലാസ്സസ് ആണെങ്കിലും വെബ്സൈറ്റിലൂടെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ പറയുന്ന കോഴ്സും കാര്യങ്ങളെല്ലാം പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്നുള്ളതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ. പിന്നെ July 2 കാര്യം മറക്കണ്ട, പിന്നീട് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഓക്കെ, ബൈ.